ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇജോ പ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ ബിസിനസ് സ്റ്റഡീസിൻ്റെ റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിവിഷനിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 4 ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു 4 ചാപ്റ്റേഴ്സാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ്, കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. ഈ ഒരു 4 ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമുക്കൊരു 20 മാർക്കിൻ്റെ ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. MCQ ക്വസ്റ്റ്യൻസ് 1 മാർക്ക് വീതമുള്ള 20 ക്വസ്റ്റ്യൻസാണ്. അങ്ങനെ ടോട്ടൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും MCQ ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 മാർക്ക് വീതമുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 30 മാർക്ക്. പിന്നെ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വെരി ഷോർട്ട് ആൻസറിൻ്റെ 2 മാർക്ക് വീതമുള്ള അങ്ങനെ ഒരു ടോട്ടൽ 12 മാർക്ക്. പിന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3 മാർക്ക് വീതമുള്ള അങ്ങനെ ടോട്ടൽ 18 മാർക്ക്. പിന്നെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 മാർക്ക് വീതമുള്ള ടോട്ടൽ 20 മാർക്ക് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റിനെ നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് ബിസിനസ് എൻവയോൺമെൻറ്റ്, അതിൻ്റെ ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്സ് ഉണ്ടാവും. ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, നോൺ ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, അതിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. നമുക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ലാഭം നേടുക എന്നൊരു ലക്ഷ്യത്തോടെ സാധനങ്ങളോ സേവനങ്ങളോ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വ്യാപാര പരിസ്ഥിതി. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യാപാര പരിസ്ഥിതി. വ്യാപാര പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ ചുറ്റി നിൽക്കുന്ന, അതിനെ ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന സാഹചര്യങ്ങൾ, സംഭവങ്ങൾ എന്നിവയാണ് ബിസിനസ് പരിസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ് പരിസ്ഥിതിനെ നമുക്ക് ബിസിനസ് പ്രവർത്തനത്തെ ചുറ്റി നിൽക്കുന്ന, അതിനെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ, സംഭവങ്ങൾ, സ്വാധീനങ്ങൾ എന്നിവയുടെ ആകെ തുകയാണ് ബിസിനസ് പരിസ്ഥിതി. അപ്പോൾ ഒരു കമ്പനി എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്നതിനെ ബാധിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ എല്ലാ ഘടകങ്ങളും വ്യാപാര പരിസ്ഥിതിയുടെ ഭാഗമായി വരുന്നു. വ്യാപാര പരിസ്ഥിതിയെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, സാമ്പത്തിക പരിസ്ഥിതി. നോൺ ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, സാമ്പത്തികേതര പരിസ്ഥിതി. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യാപാര, വാണിജ്യ, ഉപഭോക്തൃ സ്വഭാവത്തെ ബാധിക്കുന്ന എല്ലാ സാമ്പത്തിക ഘടകങ്ങളെയും സാമ്പത്തിക പരിസ്ഥിതി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. അതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇക്കണോമിക് കണ്ടീഷൻസ്, ഇക്കണോമിക് പോളിസീസ്, ഇക്കണോമിക് സിസ്റ്റം. അപ്പോൾ അതിൽ ഇക്കണോമിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരു രാജ്യത്തിലെ മൈക്രോ ഇക്കണോമിക് വേരിയബിളുകളുടെയും അവയുടെ പ്രവണതകളുടെയും അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അത്തരം അവസ്ഥകളിൽ GDP വളർച്ചാ സാധ്യത, തൊഴിലില്ലായ്മ നിരക്ക്, പണപ്പെരുപ്പ് എന്നിവ ഉൾപ്പെടാം. ഇക്കണോമിക് പോളിസീസിൽ സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവത്തെ സ്വാധീനിക്കാനും നിയന്ത്രിക്കുവാനും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രവർത്തനഗതിയാണ് സാമ്പത്തിക നയം. സാമ്പത്തിക നയങ്ങളുടെ ഉദാഹരണങ്ങളിൽ സർക്കാരിൻ്റെ ചെലവുകളെക്കുറിച്ചും നികുതി ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള തീരുമാനങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇക്കണോമിക് പോളിസീസിലാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളും അതുപോലെ നികുതിയെ പറ്റിയിട്ടൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമം ഒരു സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് ഉൽപ്പാദനം, വിഭവ വിഹിതം, ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം എന്നിവയാണ്. അതുപോലെ ഒരു സാമ്പത്തിക വ്യവസ്ഥ ഒരു തരം സാമൂഹിക വ്യവസ്ഥയാണ്. ഉൽപ്പാദന രീതി ഒരു അനുബന്ധ ആശയമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇക്കണോമിയായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ നമുക്ക് GDP, ഇൻഫ്ലേഷൻ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, വാല്യൂ ഓഫ് റുപ്പീസ്, സ്റ്റോക്ക് മാർക്കറ്റ്, അതുപോലെ ടാക്സ് റേറ്റ്, ഈ ഒരു നികുതിയുടെ കാര്യങ്ങൾ, അതിനെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇക്കണോമി ആയിട്ട് പണമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റിൽ പെടുന്നത്. ഇനി നമുക്ക് നോൺ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണെന്ന് നോക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നോൺ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് അഥവാ സാമ്പത്തികേതര പരിസ്ഥിതി. സാമ്പത്തികേതര പരിസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രീയ വ്യവസ്ഥ, സർക്കാർ നയങ്ങൾ, നിയമ നടപടികൾ, സാമൂഹിക വ്യവസ്ഥ, ജനസംഖ്യാപരമായ ഘടകങ്ങൾ, സാങ്കേതിക വികസനം, രാജ്യത്തിൻ്റെ പ്രകൃതി, പരിസ്ഥിതി എന്നിവ സാമ്പത്തികേതര പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ ഘട്ടങ്ങളെല്ലാം ഇപ്പോഴത്തെ വ്യാപാരത്തിന് വളരെ പ്രസക്തമാണ്. നമുക്ക് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ,
സമ്പ്രദായങ്ങൾ എന്നിവ ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഒരു ബിസിനസ് ഒരു സമൂഹ പരിസ്ഥിതിക്കും അതിൻ്റേതായ ആന്തരിക സാമൂഹിക അന്തരീക്ഷത്തിനും വിധേയമാണ്. അപ്പോൾ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ പരിസ്ഥിതി. അപ്പോൾ സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, വാല്യൂസ്, സോഷ്യൽ ട്രെൻഡുകൾ, ഫാഷന്, സൊസൈറ്റി എക്സ്പെക്റ്റേഷൻ ഫ്രം ബിസിനസ്, ഇതൊക്കെയാണ് വരിക. അപ്പോൾ ഈ ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ ആചാരങ്ങളും സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ബോധേഡ് ആയിരിക്കണം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ. അപ്പോൾ സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൊസൈറ്റിയിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അതുപോലെ ഡിമാൻഡ്, കണ്ടീഷൻസ്, അതുപോലെ ഓരോ ഫാഷൻസ്, അതിനൊക്കെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം ഒരു ബിസിനസ് തുടങ്ങും. അതാണ് നമ്മുടെ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പരിസ്ഥിതി. അത് ബിസിനസ്സിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം എന്നത് ബിസിനസ് പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ സർക്കാർ നടപടികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പരിസ്ഥിതി, രാഷ്ട്രീയ നയങ്ങളോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറുമ്പോൾ എന്താണ് ബിസിനസ്സിന് അത് ചിലപ്പോൾ ബാധിക്കും. ഒന്നെങ്കിൽ അത് പോസിറ്റീവായിട്ടായിരിക്കും ബാധിക്കുക, അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം ബിസിനസ്സിന് പ്ലാൻ ചെയ്യുമ്പം ഒരു പൊളിറ്റിക്കൽ സൈഡ് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ലീഗൽ എൻവയോൺമെൻറ്റ്. ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ നിയമപരമായ പരിസ്ഥിതി എന്ന പദം ഏതെങ്കിലും കമ്പനിയുടെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നിയമപരമായ അതിർത്തികളും സ്ഥാപനത്തിൻ്റെ വ്യാപ്തിയും നിർവചിക്കുന്നു. അപ്പോൾ ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എടുക്കുന്ന ഓരോ ലോ ആൻഡ് ഓർഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലീഗൽ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, സാങ്കേതിക പരിസ്ഥിതി. സാങ്കേതിക പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾ സ്ഥാപനത്തിൻ്റെ വിപണന ശ്രമത്തെ ബാധിക്കുന്നു അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ബാഹ്യ പരിസ്ഥിതിയുടെ ഭാഗമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക പരിസ്ഥിതി ഭീഷണികളോ അവസരങ്ങളോ അവതരിപ്പിച്ചേക്കാം. അപ്പോൾ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് പറയുമ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ അതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ നമ്മൾ അവെയർനെസ് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ പ്രോബ്ലംസ്, ഇപ്പോൾ ഒരു ഫേമിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഒരു മെഷീൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ തകരാറോ കാര്യങ്ങളൊക്കെ വന്നാൽ എന്താണ് അവിടുത്തെ ഒരു ജോലി അവിടെ സ്റ്റക്ക് ആവുകയാണ് നിൽക്കുക. അപ്പോൾ വേറെ ഒരു മെഷീൻസൊക്കെ അവിടെ വന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ വരുന്ന പ്രശ്നമൊക്കെ എന്താണ് നന്നായിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. അതേപോലെ ഓരോ കാര്യങ്ങൾ ഓരോ അപ്ഡേഷൻസൊക്കെ ഓരോന്നിൽ വരുന്ന സമയത്തും നമ്മൾ അതിനെ പറ്റിയിട്ട് അവെയർ ആവണം. നമുക്ക് എന്തെങ്കിലും സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തുക, അല്ലെങ്കിൽ ഇന്നോവേഷൻസ് ഓരോന്ന് വരിക, അതുപോലെ നമ്മുടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പുതിയ മെത്തേഡ്സ് ഒക്കെ വരുന്നത്, അങ്ങനെയൊക്കെ ഒരു ടെക്നോളജിക്കൽ സൈഡിൽ നമ്മൾ കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. അതാണ് ആ ഒരു ടെക്നിക്കൽ സൈഡിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ പരിസ്ഥിതി. ജനസംഖ്യാ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ജനസംഖ്യാപരമായ പരിസ്ഥിതി എന്നത് ഒരു സ്ഥാപനത്തെയും രാജ്യത്തെയും ചുറ്റിപ്പറ്റിയുള്ളതോ വിപണികളെ വളരെയധികം ബാധിക്കുന്നതുമായ മനുഷ്യ ജനസംഖ്യാ സവിശേഷതകളെയാണ് സൂചിപ്പിക്കുന്നത്. ജനസംഖ്യാപരമായിട്ട് പരിസ്ഥിതിയിൽ പ്രായം, ജനനം, മരണം, വിദ്യാഭ്യാസം, ഭൂമിശാസ്ത്രപരമായ വ്യതിചലനം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനസംഖ്യ കൂടുന്നതിനും കുറയുന്നതിനും ഒക്കെ അനുസരിച്ചിട്ട് എന്താണ് ആ ഒരു ബിസിനസ്സിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ കുറേ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ എന്താണ് കുറേ പ്രൊഡക്ട്സ് വേണം. അതുപോലെ ഒരു വില്ലേജ് ഏരിയ, ഒരു റൂറൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ പോയിട്ടൊരു വലിയ മാളും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ട് എന്താ കാര്യമില്ല, അവിടെ ആളുകൾ അധികം അങ്ങനെ വിസിറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ്, എക്സാമ്പിൾ റിലയൻസ് പോലുള്ള വലിയ സംരംഭമൊക്കെ തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ അതൊരു നേരെ മറിച്ച് ഒരു ടൗണിൽ ഒരു സിറ്റിയിലാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാർ വരും. അപ്പോൾ നമ്മൾ ആ ഒരു ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ്, ആ ഒരു ജനസംഖ്യാപരമായിട്ടുള്ളൊരു പരിസ്ഥിതിനെ പറ്റിയിട്ട് നല്ല ബോധവാന്മാരായിരിക്കണം ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതി പരിസ്ഥിതി. ഒരു കമ്പനി അവരുടെ മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഇൻപുട്ടുകളുമായി ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. വർദ്ധിച്ച മലിനീകരണം, അസംസ്കൃത വസ്തുക്കളുടെ കുറവ്, സർക്കാർ ഇടപെടൽ എന്നിവയാണ് ഈ ഒരു മേഖലയിലെ ആശങ്കകൾ. ആ ഒരു ആശങ്കകൾ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ വരുന്ന നമുക്കൊരു ആശങ്ക വരുന്ന മേഖലകൾ ഏതൊക്കെയാണ്? വർദ്ധിച്ച മലിനീകരണം, അസംസ്കൃത വസ്തുക്കളുടെ കുറവ്, സർക്കാർ ഇടപെടൽ. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ഒരു പ്രകൃതി പരിസ്ഥിതി അഥവാ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് നോൺ ഇക്കണോമിക് ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു? സാമൂഹിക പരിസ്ഥിതി, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, രാഷ്ട്രീയ പരിസ്ഥിതി, നിയമപരമായ പരിസ്ഥിതി, സാങ്കേതിക പരിസ്ഥിതി, ജനസംഖ്യാ പരിസ്ഥിതി, പ്രകൃതി പരിസ്ഥിതി. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ഈ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ് ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയുക, അതുപോലെ തന്ത്രപരമായ പ്ലാനിങ്ങിനും തീരുമാനമെടുക്കുന്നതിന് സഹായിക്കുക,
അതുപോലെ നല്ല പ്രതിച്ഛായ ഉണ്ടാക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. ഭൗതികമായ വളർച്ച ഉറപ്പുവരുത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത്. ബിസിനസ് എത്തിക്സ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യാപാര സദാചാരം. സമൂഹത്തിന് വ്യാപാരികൾ ചെയ്തു കൊടുക്കേണ്ടതായ സന്മാർഗ മൂല്യങ്ങളാണ് വ്യാപാര സദാചാര ശാസ്ത്രം. ഇത് സത്യം, നീതി, ആത്മധൈര്യം തുടങ്ങിയ മനുഷ്യൻ്റെ സ്വഭാവത്തെ വളർത്തുന്നതിനും സമൂഹത്തിൽ നന്മയ്ക്ക് ഉപകരിക്കും വിധവുമാണ് ഒരു വ്യാപാരി വ്യാപാര പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് സാമൂഹ്യ മൂല്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ബിസിനസ് എത്തിക്സ്? അഥവാ നമുക്ക് ആദ്യം എത്തിക്സ് എന്താണെന്ന് നോക്കാം. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്കറിയാം എന്താണ് ശരി അഥവാ എന്താണ് തെറ്റ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അതിൻ്റെ പൊതുവേയുള്ളൊരു കാഴ്ചപ്പാടിനെയാണ് എത്തിക്സ് എന്ന് പറയാം. അപ്പോൾ എത്തിക്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് എത്തിക്സിലോട്ട് വരുമ്പോൾ അതെന്താണ്? ഇങ്ങനെ കോമൺ ആയിട്ടുള്ള എത്തിക്കൽ വാല്യൂസ് അത് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതാണ് ബിസിനസ് എത്തിക്സ് ആയി മാറുക. അപ്പോൾ ഒരു ബിസിനസ് എത്തിക്സിന് നമുക്കൊരു എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ എന്താണ്? സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ന്യായമായ വില ഈടാക്കുക, ശരിയായ രീതിയിലുള്ള തൂക്കങ്ങളോ അളവുകളോ ഉറപ്പുവരുത്തുക, തൊഴിലാളികളോട് നീതിയുക്തമായി പെരുമാറുക. അപ്പോൾ ഇതൊക്കെ ഒരു ബിസിനസ് എത്തിക്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തൊഴിലാളികളോടൊക്കെ നമ്മൾ കാണിക്കേണ്ട നീതി, ആ കാര്യങ്ങളാണ് ഈ ഒരു ബിസിനസ് എത്തിക്സിൽ വരിക. അപ്പോൾ നമ്മൾ ഒരുപാട് ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഓരോ സാധനങ്ങൾ വിൽക്കുന്നതിൽ കാര്യമില്ല. നമ്മളെന്താണ് നമ്മുടെ ഉപഭോക്താക്കൾക്ക് നമ്മുടെ സേവനങ്ങൾ, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ഒരു ന്യായമായ വിലയ്ക്കാണ് അത് ഈടാക്കേണ്ടത്. അതുപോലെ എന്താണ് ഈ തൂക്കങ്ങളിലും അളവുകളിലൊന്നും കൃത്രിമം കാണിക്കാൻ പാടില്ല. അതൊക്കെ ശരിയായ രീതിയിലാണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ നമ്മുടെ തൊഴിലാളികളൊക്കെ നല്ല രീതിയിൽ നീതിയുക്തമായിട്ട് തന്നെ അവരുടെ അടുത്ത് പെരുമാറുക. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് എത്തിക്സിന് എക്സാമ്പിൾ. ഇനി നമുക്ക് വാട്ട് ഈസ് മെൻ ബൈ LPG. LPG എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ നോക്കുക, PV നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ 1991 ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നയം ആരംഭിച്ചു. ഈ ഒരു കീ പോയിൻറ്റ്സ് ആയിട്ട് അത് ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ PV നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലാണ് 1991 ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നയം ആരംഭിച്ചത്. നരസിംഹറാവു സർക്കാർ ഇറക്കുമതി തീരുവ കുറച്ചു, സ്വകാര്യ വ്യക്തികൾക്കായി സംഭരണം ചെയ്ത മേഖലകൾ തുറന്നു, കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ കറൻസികൾ വിലയിരുത്തി. വളർച്ചയുടെ LPG മോഡൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അത് ആരാണ് കൊണ്ടുവന്നത്? നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ 1991 പുതിയ സാമ്പത്തിക നയത്തിലൂടെയാണ് അത് ആരംഭിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം ലിബറലൈസേഷൻ എന്താണ് അഥവാ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സ്വകാര്യ വ്യക്തിഗത പ്രവർത്തനങ്ങളിൽ ഒരു സംസ്ഥാനം നിയന്ത്രണങ്ങൾ നീക്കുന്ന ഒരു പ്രക്രിയയിലാണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം. നിരോധിക്കപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും മേലിൽ നിരോധിക്കപ്പെടാതിരിക്കുമ്പോഴോ സർക്കാർ ചട്ടങ്ങളിൽ ഇളവ് വരുത്തുമ്പോൾ ഉദാരവൽക്കരണം നേരിടുന്നു. അപ്പോൾ ഒരു ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇന്ത്യയുടെ ബിസിനസ് സ്ഥാപനങ്ങൾ 1991 മുൻപേ നേരിട്ട് കൊണ്ടുവരുന്ന കുറച്ച് അനാവശ്യമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉയർന്ന നിരക്കിലുള്ള ടാക്സ്, അതുപോലെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ എന്താണ് അതിനൊക്കെ ഇളവ് വരുത്തുക എന്നതായിരുന്നു ലിബറലൈസേഷൻ്റെ ഉദ്ദേശം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൈവറ്റൈസേഷൻ എന്താണ്? സ്വകാര്യവൽക്കരണം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സർക്കാർ ഉടമസ്ഥതയിലുള്ള ബിസിനസ് പ്രവർത്തനം അല്ലെങ്കിൽ സ്വത്ത് ഒരു സർക്കാരിതര പാർട്ടിയുടെ ഉടമസ്ഥതയിലാകുമ്പോൾ സ്വകാര്യവൽക്കരണം സംഭവിക്കുന്നു. ഒരു കമ്പനി പരസ്യമായി വ്യാപാരം ചെയ്യുന്നതിൽ നിന്ന് സ്വകാര്യ ഉടമസ്ഥതയിലേക്കുള്ള മാറ്റത്തെയും സ്വകാര്യവൽക്കരണം വിവരിക്കുന്നു. ഇതിനെ കോർപ്പറേറ്റ് സ്വകാര്യവൽക്കരണം എന്ന് വിളിക്കുന്നു. പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിനെ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെ ഒരു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഗ്ലോബലൈസേഷൻ. ആഗോളവൽക്കരണം എന്താണ്? ആഗോളവൽക്കരണം എന്നാൽ ലോകമെമ്പാടുമുള്ള ചലനങ്ങൾ, കൈമാറ്റങ്ങൾ, ചരക്കുകൾ, സേവനങ്ങൾ, മൂലധനം, സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ സാംസ്കാരിക രീതികൾ വേഗത്തിലാക്കുക എന്നതാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഫലങ്ങളിലൊന്ന്. ലോകമെമ്പാടുമുള്ള വിവിധ പ്രദേശങ്ങളും ജനസംഖ്യയും തമ്മിലുള്ള ഇടപെടലിനെ ഇത് പ്രോത്സാഹിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? എല്ലാം ഒറ്റൊരു കൊടക്കീഴിൽ എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഗ്ലോബലൈസേഷൻ വന്നത്. അപ്പോൾ ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തേക്കും എന്താണ് നമുക്ക് എംപ്ലോയ്മെൻറ്റ്, അതുപോലെ എന്താണ് ക്യാപിറ്റൽ, ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ എന്താണ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഒരു രാജ്യത്തിന് മെയിൻ എയിം എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി യോജിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആഗോളവൽക്കരണം എന്നത് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്നെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്താണെന്ന്, അങ്ങനെ ഓരോ ടേംസ് എന്താണെന്ന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ, അല്ലെങ്കിൽ ലിബറലൈസേഷൻ, അല്ലെങ്കിൽ ഒന്നിച്ച് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലും ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് ചാപ്റ്റർ 5. അതിൽ നമുക്ക് എന്താണ്, അതിൽ നമുക്ക് കൊമേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതുപോലെ ഈ ഒരു കൊമേഴ്സിൻ്റെ മെറിറ്റ്സ് ഒക്കെയാണ് പൊതുവേ ക്വസ്റ്റ്യൻസിൽ വരാറുള്ളത്. അപ്പോൾ മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോഡേൺ യുഗത്തിൽ നമ്മൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലൊക്കെ എന്താണ്, ഷോപ്പിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം വന്നതിന് ശേഷം നമുക്ക് എന്താണ്, എല്ലാം വീട്ടിലിരുന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. എല്ലാ ബിസിനസ് ഇടപാടുകളും ഒക്കെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഒക്കെ മുന്നിലെത്തി. അതുപോലെ എന്താണ്, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ മെയിൻലി പഠിക്കാനുള്ളത് കൊമേഴ്സ് എന്താണെന്നാണ്. അപ്പോൾ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കൊമേഴ്സിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ചെയ്യുന്നതാണ്. എന്താണ്, ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി ബിസിനസ് ചെയ്യുന്നതിനെയാണ് കൊമേഴ്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്തൊക്കെ പറയാം, ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ ട്രേഡിങ്, ഷോപ്പിംഗ്, കൊമേഴ്സ് ഒക്കെ നമ്മൾ പറയും. അതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കൊമേഴ്സിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറുകൾ, ഇൻ്റർനെറ്റ് മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ വ്യാപാര പ്രവർത്തനം നടത്തുന്നതിനെയാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ വിൽപ്പനയ്ക്കായുള്ള ഓഫറുകൾ നൽകുന്നതും സ്വീകരിക്കുന്നതും പണം അടയ്ക്കുന്നതും എല്ലാം ഇൻ്റർനെറ്റ് വഴിയാണ്. വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിൽ നേരിട്ട് ബന്ധം വരുന്നില്ല. ബാങ്കിങ്, പരസ്യപ്പെടുത്തൽ, മറ്റ് സേവനങ്ങൾ എന്നിവയൊക്കെ ഇൻ്റർനെറ്റ് നിർവഹിക്കുന്ന വ്യാപാര രീതിയാണ് കൊമേഴ്സ് എന്ന് നിർവചിക്കാം. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി ബിസിനസ് ചെയ്യുന്നതിനെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, B2B, B2C ആൻഡ് C2C. അപ്പോൾ B2B എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ് ടു ബിസിനസ്. അപ്പോൾ ഒരു മാനുഫാക്ചർ ആൻഡ് സപ്ലയർ എന്ന് വെച്ചാൽ ഒരു മാനുഫാക്ചറർ മറ്റൊരു സപ്ലയറിനോ, അതുപോലെ എന്താ പറയുക, interaction between manufacturer and a supplier of materials of services, or between manufacturer and a wholesaler. ഒന്നെങ്കിൽ മാനുഫാക്ചറർ ഒരു സപ്ലയറോ അല്ലെങ്കിൽ മാനുഫാക്ചറർ ഒരു ഹോൾസെയിലറോ തമ്മിൽ നടത്തുന്ന ഒരു ഇടപാട്, ആ ഒരു റിലേഷനാണ് വരിക ബിസിനസ് ടു ബിസിനസ്. ഈ ഒരു കാറ്റഗറിയിൽ B2B എന്ന് പറയുന്നത്. അപ്പോൾ B2B കണക്ഷൻസ്, അവരുടെ ഡീലിങ്സും ഒക്കെ ആരായിട്ടാണ്, ബിസിനസ്സും തമ്മിലുള്ളൊരു കണക്ഷനും ആ ഒരു ഡീലിങ്സിനെയാണ് അത് പറയുക. പിന്നെ B2C എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എൻഡിൽ ബിസിനസ്സും ഉണ്ടാവും, ബിസിനസ് ഫേമും ഉണ്ടാവും, അതർ എൻഡിൽ കൺസ്യൂമേഴ്സ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളൊരു ടച്ചുള്ള ബിസിനസ്സാണ് B2C. അപ്പോൾ പ്രൊഡക്റ്റ് ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു ബിസിനസ്സാണ് B2C എന്ന് പറയുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ C2C ആണ്. C2C എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ വിൽക്കുന്നതും വാങ്ങുന്നതും കസ്റ്റമേഴ്സ് തന്നെ ആവുന്ന ഒരു തരത്തിലുള്ളൊരു ഇടപാടാണ് C2C, കസ്റ്റമേഴ്സ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ അവർക്ക് എന്താണ്, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് മെക്കാനിസം ഒന്നും ഇല്ലാതെ കസ്റ്റമേഴ്സിനെ തന്നെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്നതാണ് C2C ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓർത്താൽ മതി, OLX ഒക്കെ ഒന്ന് ഓർത്താൽ മതി. എന്ന് വെച്ചാൽ അതിലൊക്കെ എന്താണ്, റീസെല്ല് ചെയ്യുകയാണ്. സാധനം വാങ്ങിയിട്ട് ഒരു കസ്റ്റമർ സാധനം വാങ്ങിച്ചത് അത് മറ്റൊരു കസ്റ്റമേഴ്സിന് തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്താൽ മതി. അപ്പോൾ അതാണ് ഈ ഒരു കൊമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊമേഴ്സ്. അതിൻ്റെ മെറിറ്റ്സ് എന്താണ്, ഇനി കൊമേഴ്സിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. കൂടുതൽ പ്രദേശങ്ങളിൽ എത്തിപ്പിടിക്കാൻ കഴിയുന്നു, മെച്ചപ്പെട്ട ഉപഭോക്തൃ സേവനം പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു, വിപണന ചിലവ് പരമാവധി കുറയുന്നു, വാങ്ങൽ ചിലവ് പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കൊമേഴ്സിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഏതൊരു രാജ്യത്തുള്ള പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ എന്താണ്, മെച്ചപ്പെട്ട ഒരു ഉപഭോക്തൃ സേവനമാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. അതുപോലെ ചിലവൊക്കെ എന്താണ്, വിപണന ചിലവ് പരമാവധി കുറയുണ്ട്. നമ്മൾ ഓൺലൈനിൽ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് വളരെ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ വാങ്ങൽ ചിലവൊക്കെ പരമാവധി കുറയ്ക്കാൻ സാധിക്കും. നമ്മളൊരു ഡയറക്റ്റ് പോയിട്ട് ആ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട്. അതിന് ആഡായിട്ട് നമുക്ക് ഡെലിവറി ചാർജ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇതിന് നെഗറ്റീവ് സൈഡിൽ നോക്കാം. അപ്പോൾ കൊമേഴ്സിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതും കൂടെ ഞാനൊന്ന് പറയാം. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപഭോക്താക്കളുമായിട്ടൊരു ബന്ധമില്ല. ലാക്സ് പേഴ്സണൽ ടച്ച് വിത്ത് കസ്റ്റമേഴ്സ്. എന്താണ്, നമ്മൾ ഓൺലൈനിലൂടെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആരും കാണുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ഉപഭോക്താക്കളായിട്ട് ആ ഒരു ബിസിനസ്സിന് നേരിട്ടൊരു ബന്ധവുമില്ല. പിന്നെന്താണ്, പിന്നെ നമ്മളൊരു ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിക്കുകയാണ്, എന്താണ്, നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ എന്താണ്, ഒരു പിക്ചർ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. പിന്നെ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനെ നമുക്ക് കാണുള്ളൂ. ആ ഒരു സംഭവം എങ്ങനെയാണെന്നോ അത് ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ അതുപോലെ
ആ ഒരു ക്വാളിറ്റി അധികം മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അതൊക്കെ അതിൻ്റെ നെഗറ്റീവ് സൈഡാണ്. അതുപോലെ എന്താണ് നമ്മൾ ഓൺലൈനായിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഫൈനലൈസ് ആവും, അതൊക്കെ ക്വിക്കായിട്ട് നടക്കും. പക്ഷേ നമുക്ക് ഫിസിക്കൽ ഡെലിവറി എന്താണ് എത്രയോ കഴിഞ്ഞിട്ടാണ് കിട്ടുക. ഒരു 5-6 ദിവസം മിനിമം ഒരു ദിവസം പിടിക്കും. ആ ഒരു ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ എന്താണ് നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ വാങ്ങിയിട്ട് അത് നമുക്ക് കിട്ടിയിട്ടില്ല, നമുക്കത് കിട്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല വിചാരിക്കുക. അപ്പോൾ നമ്മളത് റിട്ടേൺ ചെയ്യും. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്താണ് അപ്പോൾ ആ ഒരു സൈഡിൽ വരുന്നത്, അപ്പോൾ നമ്മളത് റിട്ടേൺ ചെയ്ത് ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് തന്നെ റിട്ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് റിട്ടേൺ ചെയ്ത് അവർ വന്നിട്ട് വീണ്ടും കളക്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് തിരിച്ച് എത്തി, അങ്ങനെ കുറേ ടൈം പിടിക്കുന്നുണ്ട്. ആ ഒരു കുറേ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക. ആ ഒരു സംഭവം അവരെ വന്നിട്ട് വീണ്ടും കളക്ട് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ടൈം കൺസ്യൂമിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താണ് ഷോപ്പിംഗ് എക്സ്പീരിയൻസും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ നേരിട്ടൊരു സാധനം വാങ്ങിക്കുന്ന ആ ഒരു സംഭവം ആയിരിക്കില്ല നമ്മൾ ഓൺലൈനിലൂടെ വാങ്ങിക്കുമ്പോൾ. അപ്പം ആ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും കൂടെ ഇതിൽ നോക്കാനുണ്ട്. ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് റെഫേഴ്സ് ടു എനി ബാങ്കിങ് ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഓവർ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അതിൽ ഇൻക്ലൂഡ് ആവും. അതുപോലെ എന്താണ് നമുക്കൊരു ഇൻ്റർനെറ്റ് ത്രൂ ആയിരിക്കും നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത്. അതുപോലെ എന്താ നമ്മൾ ചെയ്യുന്ന ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റിലൂടെ ആയിരിക്കും ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ അതിനൊരു ഫെഡ് ബുക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനോ ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിലൂടെ ആയിരിക്കും ഒരു കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ബാങ്കിൽ പോവാതെ നമ്മൾ തന്നെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ പ്രൊഫൈൽ ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ വെബ്സൈറ്റിലൂടെ ട്രാൻസാക്ഷൻസൊക്കെ നടത്തുന്നതിനെയാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു മോഡേൺ മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കമ്പനി എന്താണെന്ന് നോക്കാം. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോംഡ് ഫോർ ക്യാരിങ് ഔട്ട് എ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് ഹാവിങ് എ ലീഗൽ സ്റ്റാറ്റസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഫോം ചെയ്തിട്ടുള്ളൊരു ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതുപോലെ നിയമപരമായൊരു നിലനിൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ പ്രത്യേകമായ നിയമപരമായ വ്യക്തിത്വവും സ്ഥായി ഭാവവും പൊതുമുദ്രയും ഉള്ള നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരു കൃത്രിമ വ്യക്തിയാണ് കമ്പനി. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ് കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളെയും നിയന്ത്രിക്കുന്നത് 1956 ഇന്ത്യൻ കമ്പനി ആക്ട് ഇന്ത്യൻ കമ്പനി നിയമമാണ് ഈ ഒരു ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളെയും നിയന്ത്രിക്കുന്നത്. ഇത് നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും കമ്പനീസ് ആക്ട് ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് MCQ ആയിട്ടും. പിന്നെ ഈ നിയമം ഭേദഗതി വരുത്തി കമ്പനീസ് ആക്ട് എപ്പോഴാണ് രൂപീകരിക്കുകയുണ്ടായത്? 2013. അപ്പോൾ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സിനാണ് അവിടെ നടക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ ഒക്കെ ആണെങ്കിൽ എന്താണ്, അതിലെ മെമ്പേഴ്സിനൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്താ ചെയ്യുക? അത് ആ ബിസിനസ്സിനെ ഡയറക്റ്റായിട്ട് ബാധിക്കും. ബട്ട് കമ്പനീൻ്റെ കേസിൽ അതിലെ മെമ്പേഴ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എന്താണ്, അത് ഡയറക്റ്റായിട്ട് കമ്പനീനെ ബാധിക്കുന്നില്ല. അത് ഓർക്കുക. പിന്നെ ഒരു മീനിങ് എന്ന് കൂടെ പറഞ്ഞാൽ എന്താണ്? കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിങ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപ്പച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. കമ്പനി എന്ന് പറഞ്ഞാൽ കൃത്രിമമായൊരു വ്യക്തിത്വമാണ്, അതിന് പ്രത്യേകമായൊരു നിയമപരമായ നിലനിൽപ്പുണ്ട്, അതുപോലെ ഒരു തുടർച്ച കണ്ടിന്യൂയിറ്റി ഉണ്ട്, അതിൻ്റേതായ ഒരു കോമൺ സീലും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കമ്പനീസ് ഏതൊക്കെയാണ്? സാംസങ്, ഹോണ്ട, റിലയൻസ്, മൈക്രോസോഫ്റ്റ് ഒക്കെ എന്താണ് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന കമ്പനീസാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാനുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് അടിസ്ഥാന അംഗത്വം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ള ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും. അതിൻ്റെ അടിസ്ഥാന അംഗത്വം പറയുന്നത് അത് നമുക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് നോക്കാം. ചുരുങ്ങിയ അംഗസംഖ്യ 2, പരമാവധി അംഗസംഖ്യ 50. അപ്പോൾ പേരിൻ്റെ കാര്യത്തിൽ വരുന്നത് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കേസിൽ പേരിനൊപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ചേർക്കണം. ഓഹരി കൈമാറ്റം നോക്കുക. ഓഹരി കൈമാറ്റം നിയന്ത്രിക്കപ്പെടുന്നതാണ് പ്രൈവറ്റിൽ. മൂലധനം എങ്ങനെയാണെന്ന് വെച്ചാൽ അടവ് മൂലധനം 1 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. നെക്സ്റ്റ് നിയമപരമായ ഒരു നടപടികളെന്ന് പറഞ്ഞാൽ ക്വാറം, പ്രോസ്പെക്ടസ്, ബിസിനസ് ആരംഭിച്ച സർട്ടിഫിക്കറ്റ് തുടങ്ങിയ നിയമപരമായ നടപടികളിൽ നിന്ന് ഒഴിവുണ്ട്. നെക്സ്റ്റ് ഇനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇനി ആ ഒരു ഡിഫറൻസ് നോക്കാം. ചുരുങ്ങിയ അംഗസംഖ്യ 7 ആണ്, പരമാവധി അംഗസംഖ്യ അക്ലിപ്തമാണ്. അപ്പം പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കേസിൽ മിനിമം മെമ്പേഴ്സ് 2 ആയിരുന്നു.
അതുപോലെ പബ്ലിക് ലിമിറ്റഡിൽ അത് 7 അതുപോലെ മാക്സിമം മെമ്പേഴ്സ് പ്രൈവറ്റിൽ 50, പക്ഷേ മാക്സിമം മെമ്പേഴ്സ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ അൺലിമിറ്റഡ് ആണ്, എത്ര ആൾക്ക് വേണമെങ്കിലും ചേരാം. നെക്സ്റ്റ് എന്താണ്, പേരിനൊപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് മെൻഷൻ ചെയ്യണം, പക്ഷെ പേരിനൊപ്പം പബ്ലിക് കമ്പനിയിൽ എന്താണ് ജസ്റ്റ് ലിമിറ്റഡ് എന്ന് ചേർത്താൽ മതി, പ്രൈവറ്റ് എന്ന് മെൻഷൻ ചെയ്യണം. ഒന്ന് PVT LTD എന്നങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ. നെക്സ്റ്റ് ഓഹരി കൈമാറ്റം എന്ന് പറയുന്നത്, ഓഹരി കൈമാറ്റം നിയന്ത്രിക്കപ്പെടുന്നില്ല, അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു റെസ്ട്രിക്ഷൻ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൽ ആ ഒരു റെസ്ട്രിക്ഷൻസ് കീപ്പ് ചെയ്യുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഓഹരി കൈമാറ്റം നിയന്ത്രിക്കപ്പെടുന്നുണ്ട്, മറ്റേതിൽ എന്താണ് നോ റെസ്ട്രിക്ഷൻ ആണ്, ഒരു അങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നില്ല ഓഹരി കൈമാറ്റം. നെക്സ്റ്റ് മൂലധനം, ആ ഒരു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 lakhൽ കൂടാൻ പാടില്ല പ്രൈവറ്റിൽ. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ആ ഒരു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 ലക്ഷത്തിൽ കുറയാൻ പാടില്ല, അടവ് മൂലധനം 5 ലക്ഷം രൂപയിൽ കുറയാൻ പാടില്ല, മറ്റേതിൽ 1 lakhൽ കൂടരുത്, പബ്ലിക് കമ്പനിയിൽ 5 lakhൽ കുറയരുത്. അതുപോലെ നിയമപരമായ നടപടി എന്ന് പറയുന്നത്, പബ്ലിക്കിൻ്റെ കാര്യത്തിൽ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കണം പബ്ലിക് ആയതുകൊണ്ട്. പ്രൈവറ്റിൽ അങ്ങനത്തെ ഒരു നടപടികളിൽ നിന്നൊക്കെ ഒഴിവുണ്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്. അതാണ് അത് തമ്മിലുള്ള പബ്ലിക് കമ്പനി വേഴ്സസ് പ്രൈവറ്റ് കമ്പനി ആ ഒരു ഡിഫറൻസ്. നമുക്ക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. MNCs ബഹുരാഷ്ട്ര കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനി എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് രൂപീകരിക്കുകയും എന്നാൽ മറ്റു രാജ്യങ്ങളിൽ ഫാക്ടറികൾ, ശാഖകൾ എന്നിവ സ്ഥാപിച്ച് അവിടങ്ങളിലെല്ലാം വ്യാപാരം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു കമ്പനികളെയാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്നത്. ഇത്തരം കമ്പനികൾ ഒന്നോ അതിലധികമോ രാജ്യങ്ങളിൽ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും അവ രാജ്യങ്ങളിൽ തന്നെയോ മറ്റു രാജ്യങ്ങളിലോ വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസാണ്, മൾട്ടിനാഷണൽ കമ്പനീസിന് എക്സാമ്പിൾസാണ് സോണി, ഹൂണ്ടായി, കൊക്കക്കോളയൊക്കെ. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻ ഓർഗനൈസേഷൻ വിച്ച് ഹാസ് ഓപ്പറേറ്റ്സ് ഇൻ മോർ ദാൻ 1 country. അപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉള്ള കമ്പനികളെ വിളിക്കുന്നതാണ് MNC. എക്സാമ്പിൾസാണ് സോണി, ഹൂണ്ടായി, കൊക്കക്കോളയൊക്കെ. ഇനി അതിൻ്റെ ഗുണങ്ങൾ, ബഹുരാഷ്ട്ര കമ്പനികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വിദേശ മൂലധന നിക്ഷേപം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, അനുബന്ധ വ്യവസായങ്ങളുടെ വളർച്ച, കയറ്റുമതി വർധനവും, വിദേശ നാണയ ലഭ്യതയും, ആരോഗ്യകരമായ മത്സരം. അതാണ് ഈ ഒരു ബഹുരാഷ്ട്ര കമ്പനികളുടെ ഗുണങ്ങൾ. ഇനി നമുക്ക് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആണ് നോക്കാനുള്ളത്. മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഓഹരി ഉടമകളുമായുള്ള ബന്ധം നിർവചിക്കുന്നതിനായി ഒരു പരിമിതമായ ബാധ്യത കമ്പനിയുടെ രൂപീകരണത്തിലും രജിസ്ട്രേഷൻ പ്രക്രിയയിലും തയ്യാറാക്കിയ നിയമപരമായ രേഖയാണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. കൂടാതെ കമ്പനിയുടെ പേര്, രജിസ്റ്റർ ചെയ്ത ഓഫീസിലെ ഭൗതിക വിലാസം, ഷെയർ ഹോൾഡർമാരുടെ പേരുകൾ, ഷെയറുകളുടെ വിതരണം എന്നിവ വിവരിക്കുന്നു. അപ്പോൾ ഒരു മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ടു ബി സബ്മിറ്റഡ് ഇൻ ദ രജിസ്റ്റർ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. അത് കണ്ടെയ്ൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഔട്ട്സൈഡേഴ്സ്. അതുപോലെ ഇറ്റ് ഇസ് എ ഡോക്യുമെൻറ്റ് വിച്ച് ലേ ഡൗൺ ദി പവേഴ്സ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ദി കമ്പനി. എന്ന് വെച്ചാൽ അധികാരങ്ങളും ലക്ഷ്യങ്ങളും ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള റിലേഷൻസ്, അതുപോലെ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള അത് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ്, വ്യവസ്ഥകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ കമ്പനി ചാർട്ടർ എന്നും കൂടെ ഈ ഒരു മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, ഒന്നെങ്കിൽ കമ്പനി ചാർട്ടർ ഓർ മാഗ്ന കാർട്ട ഓഫ് ദ കമ്പനി എന്നും ഈ ഒരു മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനീൻ്റെ അധികാരങ്ങളും ലക്ഷ്യങ്ങളും അതിൻ്റെ പേര്, വിലാസം, രജിസ്റ്റർ ചെയ്ത ഓഫീസിൻ്റെ വിലാസം, അതുപോലെ ഷെയറുകളുടെ വിതരണം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരുകൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. നെക്സ്റ്റ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ പ്രവർത്തനത്തിനുള്ള ചട്ടങ്ങൾ വ്യക്തമാക്കുകയും കമ്പനിയുടെ ഉദ്ദേശത്തെ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രമാണമാണ് അസോസിയേഷൻ്റെ പ്രമാണങ്ങൾ. ഡയറക്ടർമാരെ നിയമിക്കുന്നതിനുള്ള പ്രക്രിയയും സാമ്പത്തിക രേഖകൾ കൈകാര്യം ചെയ്യുന്നതും ഉൾപ്പെടെ ഓർഗനൈസേഷനിൽ എങ്ങനെ ചുമതലകൾ നിറവേറ്റണമെന്ന് പ്രമാണം വ്യക്തമാക്കുന്നു. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആ ഒരു ഫ്രെയിം ചെയ്ത കാര്യങ്ങൾ, അതുപോലെ കമ്പനി ഫോർ ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ ആ ഒരു റൂൾസും റെഗുലേഷൻസും, കമ്പനിയിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ പവർ, ഡ്യൂട്ടീസ്, ആ കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ നടക്കുന്നത്. കമ്പനിയുടെ
ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങളുടെ ചട്ടങ്ങൾ വ്യക്തമാക്കുക, അതുപോലെ ഡയറക്ടർമാരെ നിയമിക്കുന്നതിനുള്ള ആ ഒരു പ്രോസസ്സ്, അതുപോലെ അവരുടെ ഓരോ സാമ്പത്തിക രേഖകൾ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ ഓർഗനൈസേഷനിലുള്ള ചുമതലകൾ ഒക്കെ നിറവേറ്റുന്നതിനൊക്കെ അടങ്ങിയ കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനായ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ആസൂത്രണം. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിന് മുമ്പ് ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കുന്നതിന് ആസൂത്രണം എന്ന് പറയുന്നു. ഇതൊരു പ്രാഥമിക മാനേജ്മെൻറ്റിൻ്റെ ചുമതലകളിൽ പെട്ട ഒന്നാണ്. നമുക്കറിയാം പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ മാനേജ്മെൻറ്റ് ആണ്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒരു നിർദ്ദിഷ്ട ജോലിയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് മാനേജർ അഭിപ്രായം രൂപപ്പെടുത്തണം. എല്ലാ തലങ്ങളിലുമുള്ള മാനേജർമാർ എടുക്കുന്ന സുപ്രധാന ഘട്ടമാണ് ആസൂത്രണം അഥവാ പ്ലാനിങ്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി റെഫേഴ്സ് ടു ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ഇറ്റ് ആൻഡ് ബൈ ഹോം ഇറ്റ് ഈസ് ടു ബി ഡൺ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് ഈ ഒരു ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ആസൂത്രണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ലക്ഷ്യോന്മുഖമാണ്, ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ധർമ്മമാണ് പ്ലാനിങ്. മറ്റ് മാനേജ്മെൻറ്റ് ധർമ്മങ്ങളുടെ ആധാരമായിരിക്കുന്നത് ഈ ഒരു പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ആണെന്ന് അറിയാം. അതുപോലെ മറ്റുള്ള ബാക്കിയുള്ള മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസിൻ്റെ ഒരു ആധാരം ഏതാണ്? ഈ ഒരു പ്ലാനിങ് ആണ്. ഈ ഒരു പ്ലാനിങ് ചെയ്ത പോലെയാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുക. നെക്സ്റ്റ്, ഭാവി അനിശ്ചിതമാകയാൽ ഭാവിയിലെ സ്ഥിതിഗതികൾ വിചാരിച്ചതുപോലെ വരില്ല. അതിനാൽ ഭാവിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ പദ്ധതികൾ അയവുള്ളതായിരിക്കണം. നെക്സ്റ്റ്, അനുസൃത പ്രക്രിയ, തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് പ്ലാന്. അപ്പോൾ ഇതൊക്കെയാണ് ഗോൾ ഓറിയൻറ്റഡ് ആണ്, മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ്. അതുപോലെ ഭാവിയിൽ ഉണ്ടാകുന്ന അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് മുൻകൂട്ടി ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലും നമുക്കൊരു സർട്ടൈൻ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു അയവുള്ളതായിരിക്കണം, നമുക്ക് പ്ലാന് മാറ്റാൻ പറ്റുന്നതായിരിക്കണം. അതൊക്കെയാണ് ഈ ഒരു ഫീച്ചേഴ്സ്. ഇനി പ്ലാനിങ് പ്രോസസ്സിൻ്റെ കുറച്ച് സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ലക്ഷ്യം നിർണ്ണയിക്കൽ, നെക്സ്റ്റ് പ്ലാനിങ് സങ്കല്പങ്ങൾ വികസിപ്പിക്കൽ, നെക്സ്റ്റ് വൺ പ്രധാന ഘടകങ്ങളുടെ പുനരവലോകനം, നെക്സ്റ്റ് ബദൽ കർമ്മമാർഗം നിശ്ചയിക്കുക. ഒരു ലക്ഷ്യപ്രാപ്തിക്ക് പല മാർഗങ്ങളുണ്ടാകും. പല ബദലുകൾ പരിഗണിക്കുകയും അവയിൽ നിന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നത് പ്ലാനിങ് പ്രക്രിയയിൽ പെടുന്നു. നെക്സ്റ്റ് ബദലുകളുടെ വിലയിരുത്തൽ, ഏറ്റവും നല്ല ബദൽ തിരഞ്ഞെടുക്കുക, പ്ലാനുകൾ നടപ്പാക്കുക. അപ്പോൾ ഒരു പ്ലാനിങ് ആദ്യം നമ്മൾ എന്താണ് പ്ലാനിങ് പ്രോസസ്സിൽ അത് നമുക്ക് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മുടെ ആ ലക്ഷ്യം എന്താണെന്ന് നിർണ്ണയിക്കുക. എന്നിട്ട് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ആ ഒരു സ്റ്റെപ്പ് എന്താ പറയുക, നമ്മുടെ സങ്കല്പങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക. എന്തൊക്കെയാണ് പ്ലാനിങ് സങ്കല്പം, അത് ഡെവലപ്പ് ചെയ്യുക. ആ ഒരു പ്ലാൻ നമ്മൾ എങ്ങനെയാണത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് അത് വികസിപ്പിക്കുക. പിന്നെ ആ ഒരു പ്രധാന നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പുനരവലോകനം ചെയ്യുക. എന്നിട്ട് അതിലെന്തെങ്കിലും ഏറ്റവും നല്ലൊരു പ്ലാനിലുള്ളൂ നമ്മൾ എടുക്കുക. അപ്പോൾ അതിന് നമുക്ക് പ്ലാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ അതുപോലെ നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് മാറ്റിയിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കണം. അതുപോലെ അത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ആ ഒരു പ്ലാൻ നല്ലതാണോ എന്ന് അതിനെ വിലയിരുത്തണം. എന്നിട്ട് ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുക. എന്നിട്ടാണ് ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് നടപ്പാക്കുന്നത്. പ്ലാനിങ്ങിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്ലാനിങ് വളരെ പ്രയോജനകരമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ വെറും പ്ലാനിങ് വിജയത്തിന് ഉറപ്പ് നൽകില്ല. പ്ലാനിങ്ങിൽ ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അയവില്ലായ്മ, നയങ്ങൾ, നടപടിക്രമങ്ങൾ, പരിപാടികൾ എന്നിവയെല്ലാം മുൻകൂട്ടി തീരുമാനിക്കലാണ് പ്ലാനിങ്. സാമർഥ്യം, മുൻകൈ എന്ന വഴിയിൽ എല്ലാം ഇത് തടസ്സമാണ്. നെക്സ്റ്റ്, വിശ്വസനീയമായ വിവരങ്ങളുടെ കുറവ്. പ്ലാനിങ്ങിൻ്റെ വിജയം ശരിയായ സ്ഥിതിവിവര കണക്കുകളെ ആശ്രയിച്ചിരിക്കുന്നു. നെക്സ്റ്റ്, ചിലവേറിയതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ചിലവേറിയൊരു പ്രക്രിയയാണ്. വിവരങ്ങൾ, വസ്തുതകൾ, ബദലുകൾ എന്നിവയെ പറ്റി വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് വിലയിരുത്തണം. ഇതിനെല്ലാം വിദഗ്ധരായവരെ നിയോഗിക്കണം. നെക്സ്റ്റ്, പരിമിതമായ ബാധ്യത. സ്ഥിതിഗതികൾ അതിവേഗം മാറുന്ന സ്ഥാപനങ്ങളിൽ പ്ലാനിങ്ങിനുള്ള സാധ്യത പരിമിതമാണ്. നെക്സ്റ്റ്, മാറ്റത്തോടുള്ള ചെറുക്കൽ. മിക്ക ആളുകളും മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. പുതിയ ആശയങ്ങളോടുള്ള മനോഭാവം പ്ലാനിങ്ങിന് ഒരു പരിമിതിയാണ്. അപ്പോൾ ഈ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ആസൂത്രണം ചെയ്യാൻ വിശ്വസനീയമായ വിവരങ്ങളുടെ കുറവുണ്ട്. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്കറിയില്ല. നമ്മളൊരു കാര്യം നമുക്ക് കറക്റ്റ് ഉറപ്പിക്കാൻ പറ്റില്ല ശരിയാണോ തെറ്റാണോ. നമ്മൾ ആ ഒരു കാര്യം നമുക്ക് കിട്ടി അതിനനുസരിച്ചുള്ളൊരു കാര്യം പ്ലാൻ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പിന്നെ എന്താ, ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് ടൈം കളയും. പക്ഷെ അതുപോലെ ആ ഒരു പ്ലാൻ നടക്കണമെന്നില്ല. പിന്നെ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ചിലവ് കൂടിയൊരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ പ്ലാനിങ് എന്ന് വെച്ചാൽ ഒരു മെൻ്റൽ ആക്ടിവിറ്റിയാണ്, അപ്പോൾ ബുദ്ധിപരമായ ഒരു പ്രക്രിയയാണ്. പക്ഷേ ഫിസിക്കൽ കാര്യങ്ങളില്ല എന്ന് ഇല്ല. പക്ഷേ എന്താണ്, കമ്പനികൾ എപ്പോഴും എന്താണ് പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കുറേ ഫണ്ട് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ചെറിയ കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ അത് മെൻ്റൽ ആക്ടിവിറ്റിയാണ്. പിന്നെ ചെറിയ രീതിയിലൊക്കെ ബിസിനസ്സിലും ആ ഒരു പ്ലാൻ ആക്കുമ്പോൾ എന്താണ് മെൻ്റൽ ആക്ടിവിറ്റി തന്നെയാണ്. പക്ഷേ വലിയ വലിയ കമ്പനീസിലൊക്കെ എന്താണ് ഒരു പ്ലാനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചിലവേറിയതാണ്. എന്നുവെച്ചാൽ ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുമ്പോൾ എന്താണ് അതിനെ ചുറ്റി നിൽക്കുന്ന അതിനെ പറ്റിയിട്ടുള്ള പ്ലാനുകൾ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ മീറ്റിംഗ് വിളിക്കുക. ഒരു പുതിയ കമ്പനി ഒരു സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസൊക്കെ ആയിട്ടൊരു മീറ്റിംഗ് നടത്തും അവർ. അപ്പോൾ അതിന് കുറേ ഫണ്ടൊക്കെ ചിലവാകും. എന്ന് വെച്ചാൽ അവരുടെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാമ്പിൾ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ പ്ലാനിങ്ങിന് എന്തൊക്കെയാണോ വേണ്ടിയിട്ട് കുറേ കോടികളൊക്കെ ചിലവാക്കും. അവരൊരു ഡെമോ ഒക്കെ കാണിച്ചിട്ടായിരിക്കും ഒരു കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനീൻ്റെ കേസിലൊക്കെ പ്ലാനിങ് വളരെ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത്. നമുക്ക് പ്ലാനിങ് പ്രിമൈസസ് എന്താണെന്ന് നോക്കാം. പ്ലാനിങ് സങ്കല്പങ്ങൾ. ഭാവിയിൽ സംഭവങ്ങൾ എങ്ങനെ രൂപം കൊള്ളാൻ ഇടയുണ്ടെന്ന് സങ്കല്പിക്കലാണ് പ്ലാനിങ് സങ്കല്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാവിയിലുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുക എന്നതിന് സങ്കല്പിക്കലാണ് പ്ലാനിങ്ങിൽ സങ്കല്പം എന്നതുകൊണ്ട്, പ്ലാനിങ് പ്രിമൈസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സങ്കല്പമാണ് പ്ലാനിങ്ങിന് ആധാരം. പ്ലാനിങ് സങ്കല്പങ്ങൾ ചിട്ടയോടെ തയ്യാറാക്കപ്പെട്ട പ്രവചനങ്ങളെ ആധാരമാക്കിയുള്ളത് ആയാലേ പ്ലാൻ ഫലപ്രദമാകൂ. ഭാവിയിൽ എത്രത്തോളം ഡിമാൻഡ് വരും, ഇടപാടുകാരുടെ അഭിരുചികളും ഇഷ്ടങ്ങളും എന്താണ്, വിപണിയിൽ എത്രത്തോളം മത്സരമുണ്ടാകും തുടങ്ങിയ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കാം. നെക്സ്റ്റ്, പ്ലാനിംഗ് സങ്കല്പങ്ങൾ ആന്തരികവും ബാഹ്യവുമായ നിയന്ത്രണ വിധേയമായതും നിയന്ത്രണ വിധേയമല്ലാത്തതുമാകാം. അതാണ് ഈ ഒരു പ്ലാനിംഗ് പ്രിമൈസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാനുള്ളത് കോർപ്പറേറ്റ് പ്ലാൻ ആൻഡ് ഫങ്ഷണൽ പ്ലാൻസ്. മാനേജ്മെൻറ്റിൻ്റെ ഉന്നത തലങ്ങളിൽ നടത്തുന്ന പ്ലാനിംഗ് ആണ് കോർപ്പറേറ്റ് പ്ലാനിങ്. സംഘടനയിലെ ഏതെങ്കിലും ഒരു പ്രവർത്തന മേഖല സംബന്ധിച്ച് പ്ലാനിങ്ങിനെയാണ് ഫങ്ഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മാർക്കറ്റിംഗ് പ്ലാൻ. അപ്പം കോർപ്പറേറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പ് ലെവലിൽ നടത്തുന്ന പ്ലാനിങ്, ഒരു മാനേജ്മെൻറ്റിൻ്റെ ടോപ്പ് ലെവലിൽ നടത്തുന്ന പ്ലാനാണ് കോർപ്പറേറ്റ് പ്ലാൻ. ഫങ്ഷണൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നടത്തുന്ന പ്രവർത്തന മേഖലയെ സംബന്ധിച്ച് നടത്തുന്ന ഒരു ഫങ്ഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റേത് ടോപ്പ് ലെവലിലായിരിക്കും, മറ്റേത് ഒരു ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ഒരു യൂണിറ്റിലോ ഏതെങ്കിലും ഒരു പ്രവർത്തന മേഖലയെ നടത്തുന്ന പ്ലാനാണ് ഫങ്ഷണൽ പ്ലാൻ. നെക്സ്റ്റ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ പ്ലാൻസ്. ഔപചാരികവും അനൗപചാരികവുമായ പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിങ് രേഖാമൂലം ആകുമ്പോൾ അത് ഔപചാരികമായ പ്ലാനാണ്, ഫോർമൽ പ്ലാനാണ്. അത് കുറച്ചും കൂടി ഔപചാരികം ഫോർമലായിട്ട് വരുന്നതാണ് ഫോർമൽ പ്ലാന്. മാനേജർ അതത് സമയം ആലോചിച്ച് ആവിഷ്കരിക്കുന്ന രേഖാമൂലമല്ലാത്ത പ്ലാനുകളെ എന്താണ് അനൗപചാരിക പ്ലാനുകൾ എന്ന് പറയും. ഇൻഫോർമൽ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജർമാർ പെട്ടെന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് നടപ്പാക്കുന്ന ആവിഷ്കരിക്കുന്ന ഒരു എന്താ പറയുക രേഖാമൂലം അല്ലാത്ത പ്ലാനിനെയാണ് ഇൻഫോർമൽ പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് ഡെലിഗേഷൻ എന്താണെന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം ഏൽപ്പിക്കൽ. ഒരു വ്യക്തിക്ക് നിർവഹിക്കാവുന്ന ജോലിക്ക് ഒരു പരിധിയുണ്ട്. നിശ്ചിത പരിധിക്കകത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കീഴ്ജീവനക്കാർ നൽകുന്ന അധികാരത്തിന് അധികാരമേൽപ്പിക്കൽ എന്ന് പറയുന്നു. അധികാരം, ഉത്തരവാദിത്തം, ചുമതല എന്നിവ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അധികാരം കൽപ്പനകൾ നൽകുവാനുള്ള അവകാശവും അനുസരിക്കാനുള്ള ശക്തിയുമാണ്. അപ്പോൾ ഒരു ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം ഏൽപ്പിക്കലാണ്. അപ്പോൾ എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിനിധി സംഘം ബൈ വിച്ച് എ സുപ്പീരിയർ അസൈൻസ് എ പാർട്ട് ഓഫ് ഹിസ് വർക്ക് ടു സബോർഡിനേറ്റ് ടു പെർഫോം ദ വർക്ക് സോ അസൈൻഡ്. അപ്പം ഒരു എക്സാമ്പിൾ ഡെലിഗേഷൻ നോക്കുകയാണെങ്കിൽ ഞാനിപ്പം ക്ലാസ് ടീച്ചറാണ് നിങ്ങളുടെ. അപ്പോൾ എനിക്കിപ്പോൾ എന്താണ് ചെയ്ത് തീർക്കാനുള്ള വർക്ക് എന്താണ് എനിക്കിപ്പോൾ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ താഴെയുള്ള സബോർഡിനേറ്റിന്, അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിട്ട് ടീച്ചർ കഴിഞ്ഞാൽ ഒരു ക്ലാസ് ലീഡറിനായിരിക്കും ആ ഒരു പവർ ഉള്ളത്. അപ്പോൾ ആ ഒരു ലീഡറിനെ വിളിച്ചിട്ട് ലീഡർക്ക് ഞാൻ എന്താണ് അതിനുള്ള എല്ലാ പവറും എല്ലാം കൊടുത്തുകൊണ്ട് ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ മതി. നമ്മളൊരു മാനേജർ അവരുടെ ഒരു സബോർഡിനേറ്റിനെ വെച്ചിട്ട് ഒരു ജോലി ചെയ്യിപ്പിക്കുന്ന ആ ഒരു സംഭവം നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഒരു വ്യക്തിക്ക് നിർവഹിക്കാവുന്ന ജോലിക്ക് ഒരു പരിധിയുണ്ട്. അപ്പോൾ ആ നിശ്ചിത പരിധിക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കീഴ്ജീവനക്കാർക്ക് നൽകുന്ന അധികാരത്തിനെയാണ് അധികാരമേൽപ്പിക്കൽ എന്ന് പറയുന്നത്. ഇനി നോക്കുക ഡീസെൻട്രലൈസേഷൻസ്, വികേന്ദ്രീകരണം. കേന്ദ്ര സ്ഥാനത്ത് മാത്രം കൈകാര്യം ചെയ്യേണ്ടതുമായുള്ള അധികാരം ഒഴികെയുള്ള അധികാരങ്ങൾ ഏറ്റവും താഴെയുള്ള തലങ്ങളിലേക്ക് കൈമാറുന്നതിനുള്ള ശ്രമമാണ് വികേന്ദ്രീകരണം.
വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും എല്ലാ ലെവലിലേക്കും ഡെലിഗേഷൻ ചെയ്യുന്നതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്താണ്, ടോപ്പ് ലെവൽ മാനേജേഴ്സ് മാത്രമല്ല മിഡിൽ ലെവൽ മാനേജേഴ്സിനും ലോവർ ലെവൽ മാനേജേഴ്സിനും ഒക്കെ പങ്കുണ്ടാകും. അതുപോലെ ടോപ്പ് മാനേജേഴ്സിനെ സംബന്ധിച്ച് ഡീസെൻട്രലൈസേഷൻ എന്താണ്, ഒരു ആശ്വാസമാണ്. എല്ലാ കാര്യങ്ങളും ടോപ്പ് ലെവൽ തന്നെ ചെയ്യേണ്ട, മറ്റുള്ളവരിലേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ പങ്കുണ്ട്. അതാണ് ഡീസെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസിങ് എന്താണെന്ന് നോക്കാം. സംഘാടനം എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങളിലൊന്നാണ് സംഘാടനം. നാനാവിധ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് സംഘാടനം. ഒരു പൊതുലക്ഷ്യം മുൻനിർത്തി ഒന്നിച്ച് പണിയെടുക്കാൻ ജീവനക്കാർക്ക് കഴിവുണ്ടാക്കലാണ് സംഘടനത്തിൻ്റെ ലക്ഷ്യം. സംഘടിത ജീവനക്കാരുടെ കൂട്ടായ്മയെ പറയുന്ന പേരാണ് സംഘടന എന്നത്. അപ്പോൾ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങളിലായിട്ടുള്ള ഒന്നാണ് സംഘടനം അഥവാ ഓർഗനൈസിങ്. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനെ യോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് സംഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ചാപ്റ്റേഴ്സിൽ മെയിൻലി വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു 3 ഭാഗം എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.